പള്ളിപ്പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പ്രദക്ഷിണം വരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടുക്കപ്പിന് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവന് ഞാൻ വീഡിയോ എടുക്കുന്നത് അവന് ഫോണിൽ അപ്പം തന്നെ കാണണം, വീഡിയോ എടുക്കാൻ സമ്മതിക്കണേ ഇല്ല. അപ്പോൾ അതിൻ്റെ വാശിയിലാണ് അവൻ കിടന്ന് പ്രതിഷേധത്തിലാണ് ഫോൺ തരാൻ വേണ്ടിയിട്ട്. അതവിടെ ഒരു വഴിയെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്രദക്ഷിണത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തിട്ടാ. പിന്നെ പൂവെടുക്കാനും തിരിമറിച്ചിടാനൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇച്ചായി വഴക്ക് പറഞ്ഞപ്പോൾ നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും പുന്നാരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവൻ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു. പിന്നെ അതിനുശേഷം വൈകുന്നേരം 5:30 കഴിഞ്ഞപ്പോഴാണ് പ്രദക്ഷിണം വന്നത്. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയായിരുന്നു. കാരണം നമ്മുടെ അതിലെ പ്രദക്ഷിണം വരുമ്പോൾ നമ്മളവിടെ വീട്ടിൽ വേണമല്ലോ. അങ്ങനെ പിന്നെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പപ്പേനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പ്രദക്ഷിണം വന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പപ്പ വീട്ടിലെത്തിയിട്ടാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ രാത്രിയിലത്തെ വെടിക്കെട്ടും കാര്യങ്ങളും പള്ളിയിലത്തെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ കുറച്ച് പടക്കവും കമ്പിത്തിരിയും മത്താപ്പും എല്ലാം വാങ്ങിയിട്ടുണ്ടത്. അതെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കുറേ നേരം കത്തിച്ചു. ടുക്കപ്പന് പിന്നെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ പേടിയും പതിയെ ഞങ്ങൾ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ താമസിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ പള്ളിപ്പെരുന്നാൾ തന്നെയാണിത്. ഞാനും അമ്മച്ചിയും പപ്പയും ഇച്ചായും ആദ്യമായിട്ട് തന്നെയാണ് ഇവിടുത്തെ തൃശ്ശൂരത്തെ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് തന്നെ പള്ളിപ്പെരുന്നാളിൻ്റെ. അപ്പം ഞങ്ങൾക്കും ഇതൊരു ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് പള്ളിയിൽ പോയി രൂപമുത്താനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോന്നിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ്. ഓക്കെ, ബൈ.